ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നിങ്ങളൊരു പുതിയ വാടക വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാടകയ്ക്കോ ലീസിനോ ഒക്കെ വീട് എടുത്തിട്ട് താമസിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, അതിപ്പോൾ സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടകയ്ക്കല്ലേ, ഇതിപ്പോൾ എന്താണ് ഇത്ര നോക്കാനുള്ളത്, എന്നാലും നമ്മൾ അവിടുന്ന് മാറേണ്ടുന്ന ആൾക്കാരല്ലേ എന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ താമസിക്കുന്ന വീട്ടിന് ഒരു എനർജി ഉണ്ട്. ആ വീട്ടിൽ നിന്നുണ്ടാവുന്ന എനർജി നിങ്ങൾക്ക് ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഈ വീട് മുന്നേ മറ്റുള്ളവർ താമസിച്ചിട്ടുള്ള ഈ വീട്ടിൽ അവരുടെ ഒരു എനർജിയും അവരുടെ മെമ്മറീസും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് മുന്നേ താമസിച്ചിരുന്ന ആൾക്കാരുടെ നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ വീടിൻ്റെ മെയിൻ എൻട്രൻസ് അത് നിങ്ങൾക്ക് മാച്ച് ആവുന്നതാണോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ആ വീട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ വീട്ടിൽ ഫർണിച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വീടാണ്, പണ്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുള്ള ഒരു വീടോ ഫ്ലാറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലീനാക്കി അതിന് പറ്റുമെങ്കിൽ ഏതെങ്കിലും പുതിയ കവേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് പുതിയതാക്കി മാറ്റിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. മൂന്നാമത്തെ കാര്യം, ആ വീട്ടിൽ ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത് ആ പുതിയ പെയിന്റ് അടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ പാടുള്ളൂ. നാലാമത്തെ കാര്യം, ആ വീട്ടിലെ ബാത്റൂമിൽ നിങ്ങൾ കുറച്ച് കല്ലുപ്പ് കൊണ്ടുപോയിട്ട് അത് വെള്ളം ഒഴിച്ച് കളയുക, അതുപോലെ തന്നെ ഫ്ലഷ് ചെയ്ത് കളയുക. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി ആ വീടിലെ ഒരുപാട് ആ ഒരു പഴയ മെമ്മറീസ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് ആ വീടിനെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഊർജത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ വീട്ടിൽ നിങ്ങൾ സാധിക്കുമെങ്കിൽ പൂജയൊക്കെ ചെയ്ത് അനുകൂലമായിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ആ വീട്ടിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ഇനി സ്വന്തം വീടിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കൂടി പറഞ്ഞുതരാം. നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.